പ്രതീക്ഷയുടെ പൂവിളിയുമായി ചിങ്ങം പിറന്നപ്പോൾ പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലന്തറ. രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിൽ കൊടിമര ചുവട്ടിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് ദർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ചിങ്ങം 2 ഇന്ന് പ്രതീക്ഷയുടെ പൂവിളിയുമായി ഇത്തരത്തിൽ കർഷകർക്ക് അഭിവൃദ്ധിയുടെ സമൃദ്ധിയുടെ അനുഗ്രഹ വർഷവുമായി ഈ ചടങ്ങ് നടന്ന വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, രാവിലെ 6:18 ഈ ചടങ്ങ് ആരംഭിച്ചത്. എത്രത്തോളം ഭക്തിസാന്ദ്രമായിരുന്നു ഈ ഒരു ചടങ്ങ്? ചടങ്ങിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഏത് രീതിയിലുമായിരുന്നു? കെ.പി. കാർഷിക സമൃദ്ധിയുടെ വരവറിയിച്ചാണ് ഇല്ലന്തറ ചടങ്ങ് നടത്തുന്നത്. ഇതിന്റെ പാരമ്പര്യ അവകാശികളായ മനയത്ത് അഴീക്കൽ കുടുംബങ്ങളിലെ അംഗങ്ങളും ഭക്തരും ചേർന്ന് കഴിഞ്ഞ ദിവസം തന്നെ കതിർക്കറ്റകൾ ഈ ഗുരുവായൂരപ്പന് മുന്നിൽ എത്തിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ 6:18 കൂടി ഈ ചടങ്ങുകൾ ആരംഭിച്ചു. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദർശനത്തിന് വേണ്ട നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ തന്നെ ഈ കതിർക്കറ്റകൾ കിഴക്കേ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് ഈ നാക്കില വെച്ചതിൽ സമർപ്പിച്ച ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരി ഈ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഈ ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിയായി കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം ഈ ക്ഷേത്ര മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി കതിരുകളിൽ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ശ്രീലകത്ത് ചാർത്തി പൂജിച്ച കതിർക്കറ്റകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകിയതോടുകൂടി തന്നെ ചടങ്ങുകൾക്ക് സമാപനമായി. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക സമൃദ്ധിയാണ് ഇതിലൂടെ ഈ ചടങ്ങിന്റെ പ്രത്യേകത. ചിങ്ങമാസം പുലരുമ്പോൾ തന്നെ അത്തരത്തിൽ കർഷകർക്ക് പുതിയൊരു പുതുവത്സരം, അത് തങ്ങളുടെ കാർഷിക രംഗത്ത് സമൃദ്ധിയും മറ്റ് ഐശ്വര്യവും ഒക്കെ കിട്ടുവാനായി ഇത്തരത്തിൽ ആദ്യ കതിർക്കറ്റ ഭഗവാൻ സമർപ്പിക്കുകയാണ്. അതിലാണ് ഈ ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ഈ അവകാശികളായ കുടുംബാംഗങ്ങളും ഒക്കെ പങ്കുചേർന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം കൊടിമര ചുവട്ടിൽ ചടങ്ങുകൾ നടത്താമെന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു. ദേവസ്വത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഭക്തജനങ്ങൾക്ക് കാണുവാനും അതിനു വേണ്ട സൗകര്യവും ഒക്കെയായാണ് ഇന്നും ഈ ഇല്ലന്തറ നടന്നത്. വളരെയധികം ഭക്തിസാന്ദ്രമായിരുന്നു. ഭക്തജന തിരക്ക് നമുക്ക് കാണുവാൻ സാധിച്ചതാണ്. അത്രയധികം ജനങ്ങൾ ഈ ഒരു ഇല്ലന്തറ ചടങ്ങ് കാണുവാൻ വേണ്ടി ആ ദിവസം അവിടെ ഗുരുവായൂരപ്പനെ ദർശിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. എന്തായാലും ഇതിനോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകളും നടക്കും. 28-ന് തൃപ്പുത്തരി ചടങ്ങ് നടക്കും. ഈ കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പായസവും അപ്പവും ഉണ്ടാക്കി ഭഗവാനെ നേദിക്കുന്നതാണ് ഈ ചടങ്ങ്. അതിൽ പങ്കെടുക്കുവാനും നിരവധി ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തും.